ഇയാൾ തന്റെ കാമുകി ഒരു മരുഭൂമിയിൽ മരണത്തോട് മല്ലിടുന്നതായി കണ്ടെത്തി. പക്ഷെ അവളെ രക്ഷിക്കുന്നതിന് പകരം അയാൾ ഒരു വലിയ പാറക്കല്ലെടുത്ത് അവളുടെ തല തല്ലി പൊളിക്കുന്നു. ശേഷം അയാളും അവളുടെ ഫ്രണ്ട്സും ചേർന്ന് ആ മൃതദേഹം വലിച്ചെറിയുന്നു, അതും ഒരു വലിയ താഴ്ചയിലേക്ക്. എന്നാൽ ഈ ക്രൂരകൃത്യങ്ങളെല്ലാം അതുവഴി പോയ ഒരു സ്ത്രീ ക്യാമറയിൽ പകർത്തിയിരുന്നു. അതിനിടയിൽ ഒരാൾ അവളെ കണ്ടെത്തി. അവൾ ഷൂട്ട് ചെയ്യുന്നതും അവർ കണ്ടു. അവരെല്ലാം അവളെ പിടിക്കാൻ വേണ്ടി നീങ്ങി. അത് കണ്ട് അവൾ ഓടി രക്ഷപ്പെടുന്നു. അവളെ പിടിക്കണമെന്ന് അവർ തീരുമാനിച്ചു. ആ ഫോറസ്റ്റ് മൊത്തത്തിൽ അവർ തിരയുന്നു. എന്നാൽ ഒരു മൗണ്ടൻ ക്ലൈംബർ ആയിരുന്നു അവൾ ഈസിയായി ആ മല കയറി തുടങ്ങി. കൂടെ വന്നവർ ഞങ്ങൾക്ക് ജയിലിൽ കിടക്കാനാവില്ല എന്ന ഉദ്ദേശത്താൽ അവളെ പിടിക്കാൻ വേണ്ടി ആ മല അവരും കയറി. എന്നാൽ അവർക്ക് അത് അത്ര ഈസി ആയിരുന്നില്ല. എന്നാലും അവരിൽ ഒരാൾ കഷ്ടപ്പെട്ട് അവളെ പിടികൂടി. അവളുടെ ബാഗിൽ പിടിച്ചു. പക്ഷേ അയാൾ ബാഗിൽ ഒരു കയറിലാണ് പിടിച്ചത്. അത് സ്ലിപ്പായി അയാൾ നേരെ താഴ്ചയിലേക്ക് വീഴുന്നു. അവന്റെ കാലിൽ ഗുരുതരമായി പരിക്കേറ്റു. അത് കാരണം അവൻ നിലവിളിക്കുന്നു. കാരണം അവന്റെ കാൽ മുറിഞ്ഞ് എല്ല് പുറത്തു വന്നിരുന്നു. ബട്ട് അവളെ വിടരുതെന്ന് അവൻ ഉച്ചത്തിൽ പറയുന്നുണ്ട്. എന്നാൽ തന്റെ ഫ്രണ്ട്സിന് പരിക്കേറ്റ കാരണം അവളെ പിന്തുടർന്ന് അവർ ഉപേക്ഷിച്ചു എന്ന് അവൾ വിചാരിച്ചു. എന്നാലോ അവർ അതിക്രൂരന്മാരായിരുന്നു. അവർ അവനെ ഉപേക്ഷിച്ച് അവളെ തേടിയിറങ്ങി. തന്റെ കയ്യിലുള്ള മാപ്പ് എടുക്കുന്നു. ശേഷം അവൾ എവിടെയാണെന്ന് അവൾ ഒറ്റ കൈകൊണ്ട് മാർക്ക് ചെയ്തു. ശേഷം അവൾ പുറത്തു പോകാനുള്ള ഫാസ്റ്റസ്റ്റ് റൂട്ടും കണ്ടെത്തി. പക്ഷേ അവൾ തിരഞ്ഞെടുത്തത് ഒരു ഡേഞ്ചർ റൂട്ടായിരുന്നു. എന്നാലും അവൾ അത് തിരഞ്ഞെടുത്തു. അങ്ങനെ അവൾ എളുപ്പത്തിൽ ഈസിയായി അവിടെ നിന്ന് താഴെ ഇറങ്ങി. അന്ന് രാത്രി ആ പാറക്കെട്ടുകൾക്കിടയിൽ കിടക്കാനുള്ള ടെന്റ് അവൾ റെഡിയാക്കിയിരുന്നു. അതിനുള്ള എല്ലാ ടൂൾസും അവളുടെ ബാഗിലുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയ ആ ഗ്യാങ് ഒരു വലിയ ബാഗ് എടുത്ത് അവൾ ടെന്റിന്റെ മുകളിലൂടെ താഴേക്കിടുന്നു. അന്നേരം അവൾ ആ ബാഗിൽ പിടിച്ചു തൂങ്ങി കഷ്ടിച്ച് രക്ഷപ്പെടുന്നു. അത് കണ്ട അവർ ആ ബാഗിന്റെ കയററുത്തു മാറ്റുന്നു. അന്നേരം അവൾ ആ പാറയെ പിടിച്ച് രക്ഷപ്പെടുന്നു. അങ്ങനെ അവൾ ഒരു സൗണ്ട് ഉണ്ടാക്കാതെ ആ ടെന്റിന് താഴെയായി ഒളിച്ചിരിക്കുന്നു. അന്നേരം ഗ്യാങ്ങിലെ ഒരാൾക്ക് സംശയം തോന്നി. അവൻ കയറിൽ ഇറങ്ങി. എന്നാൽ അവർ താൻ താഴെ വീണ് കാണുമെന്ന് വിചാരിച്ച് സമാധാനത്തോടുകൂടെ അവൾ ഉറങ്ങുന്നു. അന്നേരം ഒരു കത്തി അവൾക്ക് നേരെ വരുന്നു. അവൾ അത് കണ്ട് ഒഴിഞ്ഞു മാറുന്നു. അന്നേരം അവൻ അവൾ വലിച്ച് താഴേക്കിട്ട് കൊല്ലാൻ ശ്രമിക്കുന്നു. അന്നേരം അവൾ ഒരു കത്തി കയ്യിലെടുത്ത് അവനെ കുത്തി പരിക്കേൽപ്പിക്കുന്നു. അങ്ങനെ അവളും അവനും ആ കയറിൽ തൂങ്ങിക്കിടക്കുന്നു. നേരെ അവൻ കയറ് വലിച്ച് മുകളിലോട്ട് കയറ്റാൻ മുകളിലോട്ട് വിളിച്ചു പറയുന്നു. ബോസും ഗ്യാങ്ങും ആ കയർ പിടിച്ച് മുകളിലോട്ട് വലിക്കുന്നു. വലിച്ചു കയറ്റി അവളുടെ തലമുടിയിൽ ബോസ് പിടിക്കുന്നു. അന്നേരം അവൾ കത്തിയെടുത്ത് തലമുടി മുറിച്ച് താഴേക്ക് ചാടുന്നു. ഭാഗ്യമെന്ന് പറയട്ടെ, അവൾക്ക് ആ ടെന്റിൽ പിടുത്തം കിട്ടി. ആ ഗ്യാങ്ങിലെ ഒരാൾ ബോസിനോട് പറയുന്നു, നമ്മൾ പോലീസിൽ കീഴടങ്ങുന്നത് നല്ലത്, കുറച്ചു നാളത്തെ ശിക്ഷ ഉണ്ടാകൂ എന്ന് പറയുന്നു. അപ്പോൾ നീ ഇപ്പോൾ ഉറങ്ങുമെന്ന് പറഞ്ഞ് ബോസ് ഉറങ്ങുന്നു. അന്നേരം അവൻ ആ താഴ്ചയിലേക്ക് നോക്കി നിൽക്കുന്നു. ബോസ് പതിയെ വന്ന് കോടാലി കൊണ്ട് അവനെ ആക്രമിക്കുന്നു. അങ്ങനെ നമ്മൾ ആരും കണ്ടുപിടിക്കില്ല എന്ന് പറഞ്ഞ് അവനെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് ആ താഴ്ചയിലേക്ക് തള്ളിയിടുന്നു. അത് കണ്ട് അവൾ ഒന്ന് ഭയന്നു. ഇവിടുന്ന് എടുത്ത് ചാടിയാലോ എന്ന് പോലും അവൾ ആലോചിച്ചു. അങ്ങനെ അവൾ രണ്ടു കൽപ്പിച്ച് ആ മലയിലൂടെ യാത്ര തുടങ്ങി. പതിയെ തൂങ്ങിപ്പിടിച്ച് ആ മലയുടെ മറ്റൊരു സൈഡിലേക്ക് നീങ്ങി. ആ യാത്രയിൽ അവസാനം ആ ഗ്യാങ്ങിലെ ബോസ് കയറി പതിയെ അവളുടെ മുന്നിൽ വരുന്നു. അയാളുമായുള്ള ആക്രമണത്തിൽ രണ്ടുപേരും ആ റോപ്പിൽ കുടുങ്ങുന്നു. അന്നേരം അവൾ ഷൂട്ട് ചെയ്ത ആ ക്യാമറ ഒരു ഹോളിൽ ഇരിക്കുന്നതായി ബോസ് കാണുന്നു. ശേഷം